ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെക്ലേസ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നെക്ലേസ് ഉണ്ടാക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് ആവശ്യമുള്ളത് ഫസ്റ്റ് 4mm ബീഡ്സാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ ബോൾസ്, ചെറിയ ബോൾസാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗയർ വയറാണ്. അതുപോലെ തന്നെ പിന്നെ ബാക്ക് ചെയിൻ ആവശ്യമുണ്ട്. പിന്നെ ഇതിനുള്ള കൊളുത്താനുള്ള ഹുക്കും. ഓക്കെ, പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തത് ഒരു കുറച്ചുകൂടെ വലിയ സൈസ് ഒരു ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 8mm ബീഡ് നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ഞാനെടുത്തത് ഒരു 8mm ബീഡും ഇതിൻ്റെ 4mm ഒരു കളർ ചേഞ്ച് ഉണ്ടായിട്ട് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഗയർ വയർ എടുക്കേണ്ടത് ഒരു 60 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുന്നത്. 60 സെൻറ്റിമീറ്റർ ഗയർ വയറാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഹാഫ് ആക്കിയിട്ട് മടക്കണം. എന്നിട്ട് നമുക്കതിലൂടെ ബാക്ക് ചെയിൻ ഒന്ന് കോർത്ത് കൊടുക്കാം. ഈ ഒരു ബാക്ക് ചെയിൻ കുറച്ച് അധികം ലെങ്ത്ത് എടുക്കുന്നുണ്ട്. കാരണം അത് കുറച്ചുകൂടെ നമുക്കൊരു നെക്ലേസ് പോലെ കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് നെക്ലേസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒരു ലോക്കറ്റ് പോലെ ഇറങ്ങി നിൽക്കുന്നതാണ്, അതുകൊണ്ടാട്ടോ ഞാൻ എടുത്തത്. ഇനി ഇതിപ്പോൾ ഞാൻ ആദ്യം ബാക്ക് ചെയിൻ ഇട്ടു. ഇനി രണ്ട് ഗയർ വയറും കൂട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സിൽവർ ബോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് കേട്ടോ, ഈക്വലാക്കി പിടിച്ച് രണ്ടും കൂടെ ഒന്നിച്ചിട്ടത് ഇതുപോലെ കിട്ടും. കാണുന്നുണ്ടോ? ഇതുപോലെ കിട്ടും. ഇനി നമുക്കിടേണ്ടത് 2 ഗയർ വയറിലും ഒരുപോലെ ആയിട്ട് ഇടേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് വൈറ്റ് പേൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സിൽവർ, നിങ്ങൾക്ക് ഗോൾഡൻ ആണെങ്കിൽ ഗോൾഡൻ കേട്ടോ. പിന്നെ ഒരു സിൽവർ, വീണ്ടും ഒരു വൈറ്റ് പേൾ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു വയറിലേക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഞാനിത് രണ്ടും കൂടെ താഴോട്ടാക്കിയതിന് ശേഷം അതിലൊരു സിൽവർ ബോൾ, ഏതെങ്കിലും ഒരു ഗയർ വയറിൻ്റെ കണ്ണി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു സിൽവറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അതിലൊരു സിൽവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സിൽവർ ഇട്ട് കൊടുത്ത് മറ്റേ ഒരു ഗയർ വയർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓപ്പോസിറ്റായിട്ട് ഇട്ടിട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതുപോലെ നമുക്കൊരു 5 എണ്ണം ചെയ്തെടുക്കണം. ഓക്കെ, 5 എണ്ണം വീതം ഒരു ഭാഗത്താക്കിയിട്ട് ചെയ്തെടുക്കണം. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഒരു വൈറ്റ് പേളിട്ട്, പിന്നെ ഒരു സിൽവർ, പിന്നെ ഒരു വൈറ്റ്. അതിട്ടതിന് ശേഷം മറ്റേതും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു വൈറ്റ്, സിൽവർ, വീണ്ടും ഒരു വൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ചെയ്തതുപോലെ ഒരു സിൽവർ ഒന്നിലിട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യുക, മറ്റേ വയറും കൂടെ ഇട്ട് വലിച്ചു കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഒരു 5 എണ്ണം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 5 എണ്ണം ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ തന്നെ. ഇതിപ്പോൾ നമ്മൾ 5 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6ാമത്തത് നമ്മൾ അതുപോലെ തന്നെ ബീഡ്സ് ഇടുക. അതായത് ആദ്യം വൈറ്റ് ഇടുക, പിന്നെ സിൽവർ ഇടുക, പിന്നെ വൈറ്റ് ഇടുക. ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഒരു സിൽവർ ബീഡ് ഇട്ടത്, അതിന് പകരം ഞാൻ 2 സിൽവർ ബീഡാണ് ഇടുന്നത്. ഓക്കെ, 2 സിൽവർ ബീഡ് ഇടുക. എന്നിട്ട് അത് രണ്ടും കൂടെ കൂടിയിട്ട് ഓപ്പോസിറ്റായിട്ട് മറ്റേ ഗയർ വയർ ഓപ്പോസിറ്റ് എടുത്തിടുക. ഒന്നുമില്ല, നമ്മൾ ഇതുവരെ ഒന്നിലൂടെ ഇട്ടത്, ഇതിപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ഇടുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതിൽ ഒരു ഗയർ വയറിൽ കൂടെ എന്ത് ചെയ്യുക, 2 സിൽവർ ബീഡ്സും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗയർ വയറിൽ ഞാൻ 2 സിൽവർ ബീഡ്സും കൂടി ഇടുന്നുണ്ട്. ഇനി
ഇതിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു എക്സ്ട്രാ ബിഗ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചില്ലേ, അതായത് ഞാനൊരു 10 mm എടുത്തത്, നിങ്ങൾ 8 mm ആയിരിക്കും, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഞാനിടുന്നത് സിൽവർ, നമ്മുടെ ചെറിയ സിൽവർ ബോളാണ്. അതിട്ടതിന് ശേഷം ഈ ഒരു വയർ എന്താക്കാണ്, നേരെ ഈ ഒരു ബിഗ് ബോളിൽ, അതായത് 10 mm ഞാൻ 10 mm ഇട്ട ഈ ബോളിൻ്റെ ഉള്ളിൽ കൂടെ ഇടുകയാണ് കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സിൽവർ ബോൾ എടുക്കുന്നെങ്കിൽ സിൽവർ ആയിട്ടുള്ള ഗയർ വയർ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഗോൾഡൻ ആണെങ്കിൽ ഗോൾഡൻ ഗയർ വയർ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? അതിനുശേഷം നമ്മൾ ഒരു 4 സിൽവർ ബോളും കൂടെ ഗയർ വയറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴും ചെയ്താൽ മതി. ഇനി ഞാൻ മറ്റേ ഗയർ വയറിലിടുന്നത് ഒരു വൈറ്റ് പേളാണ്. ഇതിൽ പകരം നിങ്ങൾക്ക് 2 സിൽവർ പേൾ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു വൈറ്റ് പേളാണ് ഇട്ടത്. നിങ്ങൾ സിൽവർ പേൾ ഇട്ടാണെങ്കിൽ അവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് കിട്ടുക. ഇനി ഈ ഒരു വൈറ്റ് ഇട്ടത് എന്താക്കാണ്, ഈ ഒരു സിൽവർ ബോൾസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ കൂടെ ചെയ്താൽ മതി, തെറ്റുമല്ലോ കേട്ടോ. അത് വലിച്ചു കൊടുത്താൽ ഇത് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, ഇത്രയും നമ്മൾ ചെയ്തില്ല, മറ്റേ സൈഡിൽ ചെയ്തതുപോലെ എന്ത് ചെയ്യാണ്, ഒരു വൈറ്റ് ഇടുകയാണ്, പിന്നെ ഒരു സിൽവർ, പിന്നെ ഒരു വൈറ്റ്, അങ്ങനെ 2 എണ്ണത്തിലും വെച്ചിടുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു